ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡിജിറ്റൽ ഡിവൈഡ്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഹു പൊസസ് റെഗുലർ ആക്സസ് ടു ഐ ടി ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ് ദിസ് ആക്സസ്. അതായത് ഐ ടിനോട് ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് ഇൻഈക്വാലിറ്റീസ് ഇൻ ആക്സസ് ആൻഡ് യൂസ് ഓഫ് ഐ ടി അല്ലേ. ഇങ്ങനെ ഇൻഈക്വാലിറ്റീസ് വരാൻ പല റീസൺസും ഉണ്ടാവും. ലോവർ ഇൻകം ആവാം, പിന്നെ റൂറൽ ആവാം, പിന്നെ ലെസ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്താണ് ഇൻഈക്വാലിറ്റീസ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണല്ലേ. അപ്പോൾ ദ ടേം ഡിജിറ്റൽ ഡിവൈഡ് റെഫേഴ്സ് ടു ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, household, businesses and geographic areas at different socio-economic level with regard both to their opportunities to access information and communication technologies and to their use of internet for a wide variety of activities. അതായത് ഗ്യാപ്പാണ് ഇൻഡിവിജ്വൽ, ഹൗസ് ഹോൾഡ്, ബിസിനസ് എല്ലാവരും തമ്മിലുള്ളൊരു ഗ്യാപ്പാണ്. എന്തിൻ്റെ ഗ്യാപ്പാന്ന് വെച്ചാൽ regard to their opportunities to access information and communication technology and their use of the internet for wide variety of activities. അതായത് ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിനായിട്ടുള്ള യൂസും ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റിയും അത് ഓരോ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അതിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് ഇൻഈക്വാലിറ്റീസ് ഇൻ ആക്സസ് ടു ആൻഡ് യൂസ് ഓഫ് ഐ ടി. ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് തന്നെ അറിയാം ഉണ്ട് അല്ലേ. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള ആക്സസ് ഉള്ള അത്ര നമ്മളമ്മമാർക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ വലിയ ഫോണാണെങ്കിലും ഇപ്പോൾ എല്ലാവരും നിങ്ങളെ സ്വന്തം കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളെ കയ്യിലുള്ള ഫോണിൻ്റെ അത്ര വില നമ്മളെ പിന്നെ ഫാദറിൻ്റെ കയ്യിലുള്ള ഫോണിന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈവൻ നമ്മൾ ഫാദറിന് ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ ഈവൻ ചിലപ്പോൾ നമ്മൾ മദറിൻ്റെ കയ്യിൽ അത്ര വിലയുള്ള ഫോണായി ആയിക്കൊള്ളുന്നില്ല അല്ലേ. ദെൻ ചിലപ്പോൾ മദറിന് ചിലപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഫോൺ തന്നെ ഉണ്ടാവില്ല. ചില മദേഴ്സിനുണ്ടാവും, ചില മദേഴ്സിന് ഉണ്ടാവില്ല. ചില മദേഴ്സിന് ഇല്ലാത്ത ചിലപ്പോൾ എന്താണ് ലോവർ ഇൻകം ആവും, അല്ലെങ്കിൽ മദർ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുണ്ടാവും. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും അല്ലേ. ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ പറയും എന്തെല്ലാമാണ് കാരണം. അതിൽ ഫസ്റ്റ് വന്ന് ജെൻഡറാണ്. അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ്, ഫീമെയിൽ ഹാവ് ലെസ് ആക്സസ് ടു ഐ ടി ദാൻ മെയിൽസ് ഇൻ സം കൺട്രീസ്. ആണുങ്ങൾക്കുള്ള അത്ര പെണ്ണുങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അത് തെറ്റാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മളെ നമ്മൾ ഈ ഒരു കുറച്ചൊരു ഡെവലപ്പിംഗ്, നമ്മളൊരു ഗൾഫ് മണി കൊണ്ടും അങ്ങനെയൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. പക്ഷെ ലെസ് ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള പല സ്ഥലത്തിലും ഈ ലേഡീസ് ജെൻസും ഈ കാര്യത്തിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഈവൻ നമ്മളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ഡിസേബിലിറ്റി. പിന്നെ ചില ആൾക്കാർക്ക് ആക്സസ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ അവർ വിഷ്വലി അവർക്ക് കണ്ണ് കാണാത്ത അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം, യൂസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. പിന്നെ ഫിസിക്കൽ ആക്സസ്. ചില ആൾക്കാർക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ കഴിയില്ല, അതിനുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. നമുക്കിപ്പോൾ ഫോൺ ഉണ്ടാവില്ല, ഇനി ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നെറ്റ് ഉണ്ടാവില്ല, അങ്ങനെ പല റീസൺസും ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ് ആൻഡ് സപ്പോർട്ട്. മോഡേൺ ടെക്നോളജിന് ഏറ്റവും സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സ്, അതായത് കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഡിഫറെൻ്റ് ആവും അല്ലേ. പല ആൾക്കാരും എന്ത് വിചാരിക്കുന്നുണ്ട്, ഇത് യങ് ജനറേഷന് ഹാംഫുൾ ആണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. കുറേ പേർക്ക് ഫോണ്, ഈവൻ ഫോണ് കുറേ സമയം കണ്ടിരിക്കുന്നു പറ്റില്ല. ഇപ്പോൾ സപ്പോസ് നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ കേസ് എൻ്റെ കേസൊക്കെ നമുക്ക് എത്ര ആക്സസ് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെ താഴെയുള്ള കുട്ടികൾ
ചെറിയ കുട്ടികളെ അവർ അത്ര യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെന്താ പറയുന്നത്, അവർക്ക് കേടാവും, കണ്ണിന് കേടാവും, പിന്നെ അവരെന്താ കാണുന്നത് എന്ന് അറിയുന്നുണ്ടാവില്ല, ആ രീതിയിലല്ലേ. അപ്പോൾ ഓരോ ഏജിനനുസരിച്ച് അതിൽ മാറ്റം വരും. തീരെ പിന്നെ ഏജ് ആയാലും എന്തിനാണ് ഇപ്പോൾ അതിൽ നോക്കിയിരിക്കുന്നത് എന്നുള്ള രീതി വരും അല്ലേ. പിന്നെ റെലവൻറ്റ് കണ്ടൻറ്റ്, അതായത് ചില ആൾക്കാർക്ക് എന്ത് ഇൻട്രസ്റ്റിംഗ് ആവില്ല, ഇൻ്റർനെറ്റിലെ കണ്ടൻറ്റ് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആവില്ല, അതുകൊണ്ട് അവർ യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് ആണ് ഏജ്. അപ്പോൾ നമുക്കറിയാം പിന്നെ യങ് പീപ്പിളിനാണ് ഇത് കംഫർട്ടബിൾ. ഏജ് ആവും തോറും അല്ലേ അവർക്ക് കമ്പ്യൂട്ടറിനോടും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനൊക്കെ മടിയായി വരും. പിന്നെ ഫാമിലി സ്ട്രക്ചറിൽ പറയുന്ന ഒരു പോയിൻ്റായിട്ട് വേണമെങ്കിൽ പറയാമെന്നുള്ളൂ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഒന്നുമല്ല. അതായത് ചിൽഡ്രൻ ഉള്ള ഫാമിലിയിലാണ് കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും ആക്സസ്സും ഉണ്ടാവുക, ഇല്ലാത്തവർക്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളുള്ള അമ്മമാരെന്താവും ഒരുവിധം ടെക്നോളജിയൊക്കെ പുതിയ മീറ്റും സൂമും എല്ലാ കാര്യങ്ങളും പഠിച്ചു വന്നു അല്ലേ. കുട്ടികളില്ലാത്ത ഒരാൾക്ക് എന്താണ് ഇത്രത്തോളം അറിഞ്ഞോളന്നില്ല. പിന്നെ മോട്ടിവേഷൻ, ചില ആൾക്കാരെന്താണ് യൂസ് ചെയ്യില്ല, കാരണം അതിലിപ്പോൾ എന്താ പിന്നെ യൂസ് ചെയ്യാൻ അവർക്ക് റീസൺ കാണൂല അല്ലേ, യൂസ് ചെയ്തിട്ട് എന്താ അപ്പോൾ അതിലൊരു കാര്യം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് അതിൽ ജെൻഡേഴ്സ്, ഫിസിക്കൽ ഡിസേബിലിറ്റി, ഫിസിക്കൽ ആക്സസ്, ലാക്ക് ഓഫ് information and communication technology skills and support, attitudinal factors, relevant content, age, family structure, motivation. പിന്നെ എഫക്ട്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ പറഞ്ഞു ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരുള്ള ഗ്യാപ്പ്. അപ്പോൾ അവിടെ അപ്പുറത്തൊരു ആക്സസ് ഇല്ലാത്തവരുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാവും ഈ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ എഫക്ട്സ്. അതായത് എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാവും, കാരണം ഇത് ആക്സസ് ഉള്ളവർക്കാണ് എക്കണോമിക്കൽ ഇൻഫർമേഷനും എക്കണോമിക് പ്രോഗ്രസ്സൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയും, അത് ശരി തന്നെയാണ് അല്ലേ. പിന്നെ എഫക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസും കമ്പ്യൂട്ടേഴ്സും ഉള്ളവർക്ക് കുറച്ചും കൂടെ ഇൻഫർമേഷൻ അവൈലബിൾ ആവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കേസൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാവും ഇത്, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നിടത്തുള്ള പ്രശ്നമാണല്ലേ. അത് പഠിക്കാൻ യൂസ് ചെയ്ത് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും വേറെ ഉണ്ടാവില്ല, പക്ഷെ അതിങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്താൽ അത്രത്തോളം പഠനത്തെ ബാധിക്കുന്ന വേറെ ഒന്നുമില്ല. പിന്നെ ഡെമോക്രസി, പിന്നെ നമ്മളറിയാം ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഇൻ്റർനെറ്റ് നല്ലൊരു യൂസാണ്. അപ്പോൾ നമുക്കൊരു ബോധം വരണമെങ്കിൽ എല്ലാ കാര്യത്തിലും പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഡെമോക്രസിനെ പറ്റിയൊരു ബോധം നമ്മളെ നാട്ടിൽ എന്താ നടക്കുന്നത് എല്ലാ മിനിറ്റുകൾക്കുള്ള നമുക്കറിയാൻ കഴിയും. സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെങ്ങനെയാണ് നമ്മളെ കൺട്രീൻ്റെ അവസ്ഥ, എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവും അല്ലേ. പബ്ലിക് പിന്നെ ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും, നമ്മളെ ഒപ്പീനിയൻസൊക്കെ വേഗം ഷെയർ ചെയ്യാൻ കഴിയും, എല്ലാത്തിലും ഇത് എളുപ്പം. അതേപോലെ തന്നെ ഗവൺമെൻറ്റിനും ഈ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ പറഞ്ഞു എക്കണോമിക് ഗ്രോത്ത്, നമ്മൾ പറഞ്ഞാണ് എക്കണോമിക് ഇനീക്വാലിറ്റി പറഞ്ഞപ്പോൾ തന്നെ എക്കണോമിക് ഗ്രോത്തിന് എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഷ്യൽ മൊബിലിറ്റി, പീപ്പിളുടെ ലേണിങ് എല്ലാ കാര്യങ്ങളും എന്താണ് കരിയർ ഡെവലപ്മെൻറ്റിലൊക്കെ എന്താണ് ഇമ്പ്രൂവ്മെൻ്റാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്തവരെ സംബന്ധിച്ച് എന്താണ് ബുദ്ധിമുട്ടാവും, ഇമ്പ്രൂവ്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ അതിൽ പെടും. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ആർ കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അറ്റ് ആൻ ഏർലി ഏജ്. നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ എന്താണ് കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നു, നമുക്ക് പെയിൻറ്റ് അങ്ങനെ യൂസ് ചെയ്യലൊക്കെ തുടങ്ങി, IT ഒരു സബ്ജക്റ്റായി വന്നൊക്കെ ചെയ്തു. പക്ഷെ നമ്മളെ മുന്നേ 4-5 വർഷം മുന്നേ പഠിച്ചവർക്കൊന്നും എന്താണ് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ന്യൂ ടെക്നോളജി ആയിട്ട് എന്താണ് കംഫർട്ടബിൾ ആണ് കേട്ടോ. അതായത് ഡിജിറ്റൽ നേറ്റീവ്സ് ആർ കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അറ്റ് ആൻ ഏർലി ഏജ് ആൻഡ് കൺസിഡർ ടെക്നോളജി ടു ബി ആൻ ഇൻറ്റഗ്രൽ ആൻഡ് നെസസറി പാർട്ട് ഓഫ് ദെയർ ലൈഫ്സ്. ശ്രദ്ധിക്കുക,
Digital natives are comfortable with technology and computers at an early age and consider technology to be an integral and necessary part of their lives. നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടാണ്, അതൊരു പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നെസസറി പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറുന്ന ഒരു ഇതാണ് എന്ത്, കമ്പ്യൂട്ടർ. അങ്ങനത്തെ ഇൻ്റർനെറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ എന്ന് പറയാം, കമ്പ്യൂട്ടർ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ നെറ്റില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണല്ലേ, ഫോണ് കയ്യിലില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു ഇതിൽ പെടും. ദേ ആർ ജനറലി ബോൺ ആഫ്റ്റർ 1980s ശേഷം ജനിച്ചവരാണ്. ദേ ആർ കംഫർട്ടബിൾ ഇൻ ദ ഡിജിറ്റൽ ഏജ്. നമ്മൾ കംഫർട്ടബിൾ ആണ് അല്ലേ, ബിക്കോസ് ദേ ഗ്രൂ അപ്പ് യൂസിങ് ടെക്നോളജി. നമ്മളിങ്ങനെ വളരുന്നത് നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഈ ഒരു ടെക്നോളജി വരുന്നതിൻ്റെ മുന്നുള്ള വന്നതിന് ശേഷമുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. അവരത് യൂസ് ചെയ്യാൻ കംഫർട്ടബിളാണ്. അവരെന്ത് വിചാരിക്കുന്നുണ്ട്, ഇത് ലൈഫിലൊരു നെസസറി പാർട്ടാണ്. ഇനി ഡിജിറ്റൽ നേറ്റീവ്സ് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അവോയ്ഡേഴ്സ്. കാരണം ഇതിപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഇത് ഉപയോഗിച്ചോളണമെന്നില്ല അല്ലേ. നോക്കാം, ഈവൻ ദോ ദേ വേർ ബോൺ ഇൻ ദ ഡിജിറ്റൽ വേൾഡ്, സം യങ് പീപ്പിൾ do not feel likeness of digital technologies and Facebook. They have cell phones but do not use this email and social media accounts. അതായത് ഫോണൊക്കെ ഉണ്ടാവും, പക്ഷേ എന്തിനാ അപ്പോൾ അത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്, അങ്ങനെ അത് ഒഴിവാക്കുന്നവരുണ്ടാവും അല്ലേ. ഫോണിൽ എന്തിനാ മെയിലിൻ്റെ ആവശ്യം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്തിനാ അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് എന്തിനാണ്, അങ്ങനെ ചില സോഷ്യൽ മീഡിയാസിനൊക്കെ ഒഴിവായി നിൽക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടാവും, പക്ഷേ ഈ അവോയ്ഡേഴ്സ് എങ്ങനെയാണ്, അവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. പിന്നെ മിനിമലിസ്റ്റ് വരുമ്പോൾ ദേ യൂസ് ടെക്നോളജി മിനിമലി വെൻ ദേ പെർസീവ് ഇറ്റ് നെസസറി. ദേ സെർച്ച് ഇൻഫർമേഷൻ ഓൺ ഗൂഗിൾ ഇഫ് ദേ ഹാവ് ടു പർച്ചേസ് ഓൺലൈൻ. If they cannot buy something at local store, they check their Facebook account on Saturday or every couple of days. അതായത് മിനിമലിസ്റ്റ് എന്ന് പറയുന്നത് അവർ മിനിമം ഇതിലത് യൂസ് ചെയ്യില്ല. ഇപ്പോഴാണ് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം, അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ചെക്ക് ചെയ്യുള്ളൂ. അതായത് ഈ മിനിമലിസ്റ്റിൽ പെടുന്ന, അപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി, അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ നോക്കും, എന്തെങ്കിലും ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ് മിനിമലിസ്റ്റ്. അവർ ഫേസ്ബുക്ക് എപ്പോഴും ഇങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് നോക്കുന്ന ആൾക്കാരെ നമ്മൾ മിനിമലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ നിങ്ങളൊക്കെ പെടും അല്ലേ, എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻറ്റ്. മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ നേറ്റീവ്സ് ആർ എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് ആണ്. അവർ ടെക്നോളജിയും ഗാഡ്ജറ്റൊക്കെ എപ്പോഴും യൂസ് ചെയ്യും, അവരത് എൻജോയ് ചെയ്യും. ഫേസ്ബുക്കിൽ വേണമെങ്കിൽ കുറേ സമയം ഇരിക്കും, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഏതാവട്ടെ അതിൽ കുറേ സമയം ഇരിക്കും, യൂട്യൂബിൽ ഇങ്ങനെ മൂവീസ് കണ്ടിരിക്കും, യൂട്യൂബ് സീരീസ് കണ്ടിരിക്കും അല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ നോക്കും, എന്തെങ്കിലും നല്ല പിന്നെ വേറെ എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടോ, അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്, എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ അവോയ്ഡേഴ്സ് വരുമ്പോൾ അവരത് യൂസ് ചെയ്യില്ല. മിനിമലിസ്റ്റ് വരുമ്പോൾ ആവശ്യത്തിന് മാത്രം. എന്തൂസിയാസ്റ്റിക് വരുമ്പോൾ ഫുൾ ടൈം. നമ്മളൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ, ഒരാളെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, നമ്മൾ ഫോണായിട്ട് ഇരുന്നോളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സൈബർ സ്പേസ്. അപ്പോൾ വില്യം ഗിബ്സണിൻ്റെ ഒരു ഇതാണ്, പിന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് സൈബർ സ്പേസ്. ദ കോൺസെൻഷ്വൽ ഹലൂസിനേഷൻ എക്സ്പീരിയൻസ് ഡെയിലി ബൈ ബില്യൺസ് ഓഫ് ലെജിറ്റിമേറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ എവറി നേഷൻ, by children being taught mathematical concepts, a graphical representation of data abstracted from the banks of every computer in the human system, unthinkable complexity, lines of light arranged in the non-space of the mind, clusters and constellation of data. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ ഇതൊന്നും വേണ്ട, അന്തം വിടൊന്നും വേണ്ട, എന്താണ് ഇത്ര വലിയൊരു സംഭവം തോന്നും വേണം. അതായത് സൈബർ സ്പേസ് എന്ന് പറയുന്നത്
ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെർച്വൽ വേൾഡ് ആണല്ലേ, വിച്ച് ഈസ് യൂസ്ഡ് ഫ്രം ഗ്ലോബൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു ഫെസിലിറ്റേറ്റ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദി ഇൻ്റർനെറ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ്, അതിനെ തന്നെ നമ്മൾ എന്ത് പറയുന്നത്, സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പെടും? ഇറ്റ് ഈസ് എ ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലേ, ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് മേഡപ്പ് ഓഫ് മെനി വേൾഡ് വൈഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് എംപ്ലോയ് TCP/IP. അതായത് TCP/IP വരുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നിങ്ങൾ പഠിക്കും ഇതിൻ്റെ മുന്നത്തെ മറ്റേ മിസ്സിൻ്റെ പാർട്ടിലൊക്കെ കേട്ടോ. അതായത് ഇറ്റ് ഈസ് എ ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മേഡപ്പ് ഓഫ് മെനി വേൾഡ് വൈഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് എംപ്ലോയ് TCP/IP പ്രോട്ടോകോൾ ടു എയ്ഡ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ്. അതായത് TCP/IP എന്ന് പറയുമ്പോൾ ഫയൽ ട്രാൻസ്ഫറിന് പിന്നെ ഉള്ള ഫയലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോകോളാണ് എന്ത് പറയുന്നത്, TCP/IP. അപ്പോൾ സൈബർ സ്പേസ് ഈസ് ദ വെബ് ഓഫ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വിച്ച് ഇൻ്റർകണക്ട് ദ വേൾഡ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേൾഡിനെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും ഇലക്ട്രോണിക് ഡിവൈസും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എല്ലാത്തിനും കൂടി നമ്മൾ എന്ത് പറയുന്നത്, സൈബർ സ്പേസ് എന്ന് പറയും. ഈ സൈബർ സ്പേസിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇൻ്റർനെറ്റ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമുക്ക് എന്താണ് കാണിക്കാനില്ല. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മീഡിയം, അതൊരു ഡിജിറ്റൽ മീഡിയമാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റും അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എല്ലാം ഉൾക്കൊള്ളുന്നതിന് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അതായത് വെർച്വൽ വേൾഡാണ്, നമുക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തൊരു ഡിജിറ്റൽ മീഡിയ ആണ് എന്ത്, സൈബർ സ്പേസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IT ആൻഡ് ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര അതിൻ്റെ ഡെവലപ്മെൻറ്റ്, IT ഫീൽഡ് എപ്പോഴും ഡെവലപ്പിംഗ് ആണല്ലേ. ഇന്നത്തെ ന്യൂ ടെക്നോളജി ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആവും അല്ലേ. നമുക്കറിയാം പഴയ TVകളൊക്കെ ഔട്ട്ഡേറ്റായി, കുറച്ച് ബാക്കൊക്കെ ഉള്ള TVകളുണ്ടായിരുന്നു, ഒക്കെ ഔട്ട്ഡേറ്റായി. ഇപ്പോൾ നല്ല LCD TVകളൊക്കെ വന്നു. മേ ബി ടുമോറോ അതും ഔട്ട്ഡേറ്റ് ആവും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഫോണുകൾ നമുക്കറിയാം നല്ല ഫോണുകളായിരുന്നു എന്ന് വിചാരിച്ച് നമ്മളെ കയ്യിലൊക്കെ 2-3 വർഷം മുന്നുള്ള ഫോണുകളൊക്കെ എന്തായി, ഔട്ട്ഡേറ്റായി. അപ്പോൾ IT എപ്പോഴും എന്താണ്, എവർ ഡെവലപ്പിംഗ് ആണല്ലേ. ഇപ്പോൾ സ്പീഡി ഗ്രോത്താണ് എന്തിനുള്ളത്, ITക്ക്. അപ്പോൾ IT കൊണ്ട് നമുക്കറിയാം എല്ലാ ഫീൽഡിലും ബെനിഫിറ്റ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ബെറ്റർ, പിന്നെ നല്ല അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും എന്താണ് അതുകൊണ്ട് അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസാണ്. അതിൽ ഫസ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് ഈസ് one of the biggest revenue generating service lines in the domestic market. This segment is expected to grow at healthy rates as companies will outsource the setting up and maintenance of IT infrastructure to third-party providers. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വേറൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക, വേറെ ആൾക്ക് കൊടുക്കുക. നമ്മൾ ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ എന്ത് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിലെ കമ്പനീൻ്റെ വർക്കൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കമ്പനീൻ്റെ അക്കൗണ്ടിങ് എന്ത് ചെയ്യുക, അവർ കമ്പനിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ വേറെ അക്കൗണ്ടിങ് വർക്കുകൾ മാത്രം ഏൽപ്പിക്കുന്ന ഒരു ഫീൽഡിനെ ഏൽപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ വർക്ക് നമ്മൾ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, വേറെ ആൾക്കൊണ്ട് ചെയ്യിക്കുക, അങ്ങനെ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് ഒരു തേർഡ് പാർട്ടി കൂടി യൂസ് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് ബെനിഫിറ്റ് ആണല്ലേ. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഒക്കെ ഉണ്ടാവും, ആ ടീമിന് എന്താണ്, ബെനിഫിറ്റാണ്. പിന്നെ ഹാർഡ്വെയർ സപ്പോർട്ട്. ഇപ്പോൾ ഹാർഡ്വെയറിൻ്റെ ഫീൽഡിൽ അല്ലേ ഭയങ്കര ഗ്രോത്താണ്. കമ്പ്യൂട്ടർ പിന്നെ ഇൻഡസ്ട്രീസൊക്കെ എന്താണ് നല്ല ഗ്രോത്താണ് ആ ഫീൽഡിൽ. പിന്നെ ആ ഫീൽഡിൽ പിന്നെ കൂടുതൽ ആൾക്കാർ എൻ്റർ ചെയ്യലൊക്കെ തുടങ്ങി. ഫോൺ ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിൽ അങ്ങനെ കൂടുതൽ ആൾക്കാർ എൻ്റർ ചെയ്യൽ തുടങ്ങിയാൽ തന്നെ എന്തായി, അത്
കോസ്റ്റ് കുറയും ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾ അല്ല കേട്ടോ, ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജിയോ വരുന്നത് വരെ നമ്മളെ മൊബൈലൊക്കെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ്ലി ചെയ്യുന്നു മൊബൈലിൻ്റെ യൂസേജ് ഒക്കെ. അപ്പോൾ അവരൊരു ഫീൽഡിലേക്ക് ഒന്ന് ഇറങ്ങിയപ്പോൾ എന്തായി, നമുക്കും കോസ്റ്റ് കുറഞ്ഞു അല്ലേ. കമ്പനിയെ സംബന്ധിച്ച് ലാഭം തന്നെ, നമുക്ക് കോസ്റ്റ് കുറയുകയും ചെയ്തു. പിന്നെ IT കൺസൾട്ടിങ്, ഇപ്പോൾ എല്ലാ ഫീൽഡിലും IT കൺസൾട്ടിങ് എന്താണ് കൂടണം, അങ്ങനെ ഒരു പിന്നെ ഫീൽഡിലും കൂടി എന്താണ് ജോലി തുടങ്ങിയല്ലേ. ഈ IT റിലേറ്റഡ് കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കാണും, മൊബൈൽ റിലേറ്റഡ് കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് കാണും. ആ ഫീൽഡിൽ എന്താണ് ഗ്രോത്താണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ ജോലികളൊക്കെ എന്ത് ചെയ്യുക, വേറൊരാളെ ഏൽപ്പിക്കുക. അപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അക്കൗണ്ടിങ് ഒരു സെക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യുക, ഈ പുറത്ത് കുറേ അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതിനായിട്ടുള്ള CAക്കാർ, അവർ തന്നെ ഒരു അസോസിയേറ്റ്സ് ഒക്കെ തുടങ്ങി അവർ തന്നെ ഒരു ഫേമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. ഇങ്ങനെ കമ്പനീൻ്റെ അക്കൗണ്ടിങ് വർക്കൊക്കെ ഏറ്റെടുക്കാൻ അവർക്കുണ്ട്. ഓൺലൈനായിട്ട് പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അവരതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക്. അതേപോലെ HR ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടാക്കുക, പകരം ഒരു കൺസൾട്ടൻസിനെ ഏൽപ്പിക്കുക, റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക എന്നുള്ള രീതിയിൽ പോകും. അതൊക്കെ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടെക്നോളജി ഉണ്ട്, ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ കഴിയുന്നതുകൊണ്ടാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ സർവീസസ്, അതായത് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ കാര്യത്തിനൊക്കെ ഡിമാൻഡ് കൂടുകയാണ് അല്ലേ. അപ്പോൾ ITൻ്റെ കാര്യത്തിനൊക്കെ എന്താണ് ഡിമാൻഡ് കൂടുകയാണ്. പിന്നെ ആപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസ്, നമുക്കറിയാം ആ ഫീൽഡിൽ എന്താണ് സോഫ്റ്റ്വെയർ ഫീൽഡിൽ എന്താണ് നന്നായിട്ട് എന്താണ് ഡിമാൻഡ് കൂടുന്നത്. പല രീതിയിലുള്ള സോഫ്റ്റ്വെയറാണ്, സോഫ്റ്റ്വെയർ ലൈസൻസിങ് എല്ലാം എന്താണ് ആ ഫീൽഡിലൊക്കെ ഡെവലപ്മെൻറ്റ് വരിക തന്നെയാണ് അല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റ് ആവും, പിന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് എന്താണ് ലൈസൻസ് ഫീ ഒക്കെ കുറയും. പിന്നെ നമുക്കറിയാം നമ്മൾ തന്നെ ഫോണിൽ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന നമുക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ളത് അല്ലേ. അപ്പോൾ കോസ്റ്റ് കുറവുള്ള രീതിയിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് കോമ്പറ്റീറ്റേഴ്സ് വരും, കോസ്റ്റ് കുറയും, IT ഇൻഡസ്ട്രിക്ക് ബെനിഫിറ്റാണ്, കസ്റ്റമേഴ്സിന് ബെനിഫിറ്റാണ്. പിന്നെ ഹാർഡ്വെയർ ഫീൽഡ് നല്ല പിന്നെ ഡെവലപ്മെൻറ്റാണ്. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ അല്ലേ, നമുക്കറിയാം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ പണ്ടൊക്കെ നമ്മളെ ഇത് ചെയ്യുന്നു, സിസ്റ്റം മൊത്തത്തിൽ വേറെ CPU വലിയതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ഉണ്ടാവും, സംശയമാവും അല്ലേ. നമ്മളൊക്കെ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സിന്, പക്ഷേ ഇപ്പോൾ എന്താണ് കോലം മാറി, നോട്ട്ബുക്ക് ടാബ്ലറ്റ് അങ്ങനെ അല്ലേ. പിന്നെ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ് പിന്നെ ഇന്നത്തെ ഒരു രീതിയിൽ നല്ല റവന്യൂ കിട്ടുന്ന ഒന്നാണല്ലോ ഈ മോഡം, ആ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്. ഈ സർവേഴ്സ് ആൻഡ് സ്റ്റോറേജ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്റ്റോറേജുള്ള സൗകര്യം, നമ്മളെ ഫോണിൽ സേവ് ചെയ്യണം, നമ്മൾ മെമ്മറി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരടുത്ത് നമുക്ക് അവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്, ഹാർഡ്വെയർ സപ്പോർട്ട്, IT കൺസൾട്ടിങ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ സർവീസസ്, ആപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസസ്, ഹാർഡ്വെയർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റീസാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ത്രെറ്റ്സ് പറയാം കേട്ടോ.